Hi friends, ഇന്ന് നമ്മൾ കാണുന്നത് AC സർക്യൂട്ടിലെ ഫോഴ്സ് ബിറ്റ്വീൻ എ കോയിൽ ക്യാരിങ് AC ആൻഡ് എ നൈബറിംഗ് കണ്ടക്ടർ. ഒരു കോയിലൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കണ്ടക്ടർ ഉണ്ട്. ഇത് രണ്ട് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എന്തായിരിക്കും, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ കാണുന്നത്. ഫോർ ദാറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുകയാണ്. ഒരു കോയിൽ which is shown here, which is A. This is a coil which is connected to AC source and which is formed on a laminated soft iron core. ഒരു ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിന് ചുറ്റും വൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കോയിൽ ഉള്ളത്, which is connected to an AC source. Okay. Now a ring, aluminium ring, which is placed over this soft iron core like this. ഇവിടെ നമ്മൾ കണ്ട പോലെ ഒരു അലുമിനിയം ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അതിൻ്റെ ചുറ്റും ഒരു കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ്. ഓക്കെ, ഇതേപോലെ ഒരു B എന്ന് പറയുന്ന ഒരു അലുമിനിയം റിംഗ് ആണ്. ഈ അലുമിനിയം റിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിഗറൊന്ന് കുറച്ചുകൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് റിങ്ങിന് ഈ കോയിലിൽ ഇറങ്ങാൻ സാധിക്കണം, ഉള്ളിലൂടെ അല്ല പുറത്തു കൂടെ. എന്നിട്ട് ഇവിടെ രണ്ട് പോയിന്റഡ് ആയിട്ടുള്ള ഇത് കാണിച്ചിട്ടുള്ളത്, ദിസ് ആൻഡ് ദിസ്. ഇതിൻ്റെ മുകളിൽ ആ റിങ് ഇറക്കി വെക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സോഫ്റ്റ് അയൺ കോർ, ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അതിന് വൈൻഡ് ചെയ്തിട്ട് ഒരു കോയിലുണ്ട്, വിച്ച് ഇസ് കണക്റ്റഡ് ടു AC സോഴ്സ് ആൻഡ് ആൻ അലുമിനിയം റിംഗ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഹിയർ. ഇവിടെ ഒരു അലുമിനിയം റിംഗ് വെച്ചിട്ടുണ്ട്. ദിസ് അലുമിനിയം റിംഗ് ഹാസ് സെൽഫ് ഇൻഡക്റ്റൻസ് L ആൻഡ് റെസിസ്റ്റൻസ് R. ഈ അലുമിനിയം റിങ്ങിന് ഒരു സെൽഫ് ഇൻഡക്റ്റൻസും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ്, റെസിസ്റ്റൻസ് R ആണ്. സോ ദിസ് അലുമിനിയം റിംഗ് ഈസ് ലൈക്ക് LR സീരീസ് സർക്യൂട്ട്. LR സീരീസ് സർക്യൂട്ട് പോലെയാണ് ഈ അലുമിനിയം റിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് ആൾക്കാരുണ്ട് അല്ലേ, ഒരു അലുമിനിയം കോയിൽ, ഒരു കോയിലും ഉണ്ട്, ഒരു അലുമിനിയം റിംഗും ഉണ്ട് അല്ലേ. സോ ദർ ഈസ് ടു തിങ്സ്, ഹെൻസ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. അപ്പോൾ ലെറ്റ് ക്യാപിറ്റൽ M be the mutual inductance between the coil and the ring. ഈ കോയിലും റിങ്ങും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ക്യാപിറ്റൽ M ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, എയും ബിയും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്, AC സോഴ്സ് ആണ്. AC സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്, EMF ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അറ്റ് എൻ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ദ കറണ്ട് ത്രൂ ദിസ് കോയിൽ, ഈ കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന T എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ഈ കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്കറിയാം, ലെറ്റ് I is equal to I0 sin omega t. ഇത് നമ്മൾ എപ്പോഴും ഇതിനു മുമ്പുള്ള പല സെഷൻസിൽ നമ്മൾ പ്യുവർ ഇൻഡക്റ്റീവ്, പ്യുവർ കപ്പാസിറ്റീവ് തമ്മിലുള്ള സീരീസ് കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ നമ്മൾ I is equal to I0 sin omega t ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. I is equal to I0 sin omega t എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷനാണ് നമ്മൾ കറണ്ടിന് എടുക്കുന്നത്, വിച്ച് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് കോയിൽ. ഓക്കെ, അപ്പോൾ ഈ കോയിലിലൂടെ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡ്യൂസസ് ആൻ EMF ഇൻ ദ നൈബറിംഗ് റിംഗ് അല്ലേ, ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൊണ്ട് ഇവിടെ ഒരു EMF അല്ലെങ്കിൽ ഒരു കറണ്ട് ഫ്ലോയോ സംഭവിക്കുന്നുണ്ട് അല്ലേ. സോ നമുക്കറിയാം E is equal to minus M into di by dt. നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ആണെങ്കിൽ EMFൻ്റെ എക്സ്പ്രഷൻ E is equal to minus M di by dt ആണ് വരുന്നത്. ഓക്കെ, സോ E is equal to minus M d by dt of I എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. This is equal to I0 sin omega t. അപ്പോൾ di by dt ക്ക് പകരം d by dt of I0 sin omega t നമുക്ക് എഴുതാം. സോ E is equal to minus M d by dt of I ക്ക് പകരം I0 sin omega t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഫ്രം ഇക്വേഷൻ നമ്പർ 1. I0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ നമുക്കത് ഡിഫറൻസിയേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് M ഉണ്ട്, I0 ഉണ്ട്, d by dt of sin omega t. sin omega t ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, cos omega t ഇൻറ്റു ഒമേഗയാണ് അല്ലേ. അപ്പം മൈനസ് M ഒമേഗ I0 cos omega t കിട്ടും, മൈനസ് M ഒമേഗ I0 cos omega t എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് കുറച്ച് ലേറ്റർ സ്റ്റേറ്റിലേക്ക് കോസിൻ്റെ കൂടെ മാറ്റി എഴുതുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ M omega
I0 മൈനസ് കോസ് ഒമേഗ ടി എന്നായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എം ഒമേഗ I0 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് എഴുതാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. സൈൻ എ മൈനസ് ബി, സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ സൈൻ എയുടെ സ്ഥാനത്ത് ഒമേഗ ടി ആണ്, ബിയുടെ സ്ഥാനത്ത് π/2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ ഒമേഗ ടി കോസ് π/2 മൈനസ് കോസ് ഒമേഗ ടി സൈൻ π/2 എന്ന് വരും അല്ലേ? സൈൻ ഒമേഗ ടി കോസ് π/2 മൈനസ് കോസ് ഒമേഗ ടി സൈൻ π/2. കോസ് π/2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി കോസ് π/2 എന്ന് പറയുന്ന ടേം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. മൈനസ് കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ π/2, സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് കോസ് ഒമേഗ ടി എന്നല്ലേ വരുള്ളൂ? യെസ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എം ഒമേഗ I0 ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം നമുക്ക് എഴുതാം എന്ത്? ഇ ഈസ് ഈക്വൽ ടു എം ഒമേഗ I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്നായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. So this EMF is induced in the aluminium ring. അല്ലേ? അലുമിനിയം റിംഗിൽ ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ എക്സ്പ്രഷൻ ആണ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദിസ് കോയിൽ. ഈ എ എന്ന് പറയുന്ന കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ബി എന്ന് പറയുന്ന അലുമിനിയം റിംഗിൽ ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ എക്സ്പ്രഷൻ ആണ് ഇത് എം ഒമേഗ I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ EMF കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് കറണ്ട് അല്ലേ? അപ്പോൾ അലുമിനിയം റിംഗിൽ എത്ര കറണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? നമുക്കറിയാം വോൾട്ടേജ് ബൈ ഇഫക്റ്റീവ് ഒപ്പോസിഷൻ അല്ലെ, ഇഫക്റ്റീവ് ഇംപിഡൻസ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ കറണ്ട് വരിക. അപ്പോൾ I ഡാഷ് ആണ്, ലെറ്റ് ഇറ്റ് ബി I ഡാഷ് ബി ദ കറണ്ട് ഇൻ AC current in the aluminium ring, which is equal to E/Z. E is the EMF in the ring divided by impedance of the ring. Okay, ഇത് നമ്മൾ പറഞ്ഞു ഈ റിംഗിൽ എന്തൊക്കെ ഉണ്ട്? അലുമിനിയം റിംഗിൽ എന്തൊക്കെ ഉണ്ട്? സെൽഫ് ഇൻഡക്റ്റൻസും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട് അല്ലെ? ക്യാപിറ്റൽ L ഉണ്ട്, R ഉണ്ട്. സോ ഐ ആം ഓൾറെഡി മെൻഷൻ ദാറ്റ് LR സീരീസ് സർക്യൂട്ട് പോലെയാണത് ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള LR സീരീസ് സർക്യൂട്ടിൻ്റെ ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു √R² + L² ω². So impedance of that aluminum ring will be equal to √R² + L² ω² എന്നായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി നമ്മളൊരു കാര്യം കൂടി ഈ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എടുക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കറണ്ട് ഏതിലാണ്? അലുമിനിയം റിംഗിലാണ്. അലുമിനിയം റിംഗ് എന്ത് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? LR സീരീസ് സർക്യൂട്ട് പോലെയാണ്. LR സീരീസ് സർക്യൂട്ടിൽ EMFും കറണ്ടും സെയിം ഫേസിലല്ല അല്ലേ? അപ്പോൾ LR സീരീസ് സർക്യൂട്ടിൽ EMF കറണ്ടിനേക്കാളും എത്രയാണ്? 5 റേഡിയൻസ് ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the EMF leads ahead the current by a phase 5 എന്ന LR സീരീസ് സർക്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ EMF 5 റേഡിയൻസ് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് കറണ്ട് പറയുകയാണെങ്കിലോ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ EMF ബൈ എ ഫേസ് 5 എന്ന് പറയാം. അപ്പോൾ EMFൻ്റെ എക്സ്പ്രഷനിൽ ഫേസ് റെപ്രസെൻറ്റേഷനിൽ ഒരു -5 കൂടി ചേർത്താലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? LR സീരീസ് സർക്യൂട്ടിൽ അല്ലെങ്കിൽ അലുമിനിയം റിങ്ങിലെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ I ഡാഷ് is equal to EMFൻ്റെ എക്സ്പ്രഷൻ എം ഒമേഗ I0 ഉണ്ട്, ബൈ സെഡിൻ്റെ എക്സ്പ്രഷൻ √R² + L² ω² ഉണ്ട്, ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ് EMFനുള്ളത്. പക്ഷേ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? EMFനേക്കാൾ ഒരു 5 റേഡിയൻസ് കൂടി ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ സൈൻ ഒമേഗ ടി മൈനസ് π/2 -5 എന്നുള്ളൊരു ടേം കൂടി വരുന്നുണ്ട്. സോ ഇവിടെ എഴുതി നോക്കുക. 5 in equation 5 is to indicate that current I dash in LR circuit lags behind the EMF by a phase by 5 in phase. ഓക്കെ, അപ്പോൾ 5 റേഡിയൻസ് ലാഗ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു -5 എന്നുള്ള ടേം കൂടി കറണ്ടിൻ്റെ എക്സ്പ്രഷനിൽ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ആ ഫേസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും LR സീരീസ് സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan phi is equal to L⍵/R ആണ്. അപ്പോൾ phi is equal to tan inverse L⍵/R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈയുടെ വാല്യൂ എന്താണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് I എന്ന് പറയുന്ന ഒരു കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് ഒരു കോയിലിലൂടെയും I ഡാഷ് എന്ന് പറയുന്ന ഒരു കറണ്ട് അലുമിനിയം റിങ്ങിലൂടെയും ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ I ഡാഷ് എന്നുള്ള കറണ്ട് ഉണ്ടാവാനുള്ള കാരണം ഈ രണ്ടും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഓക്കെ, നൗ രണ്ട് കണ്ടക്ടറിലൂടെ രണ്ട് കറണ്ടുകൾ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അല്ലേ? ആ ഫോഴ്സ് എന്നുള്ളത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദ കറണ്ട്സ് ത്രൂ ദ
coils. ഈ കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടുകളുടെ പ്രൊഡക്റ്റിനോട് തുല്യമായിരിക്കും അല്ലെങ്കിൽ പ്രൊഡക്റ്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് F between the coil and the aluminium ring will be proportional to the product of currents through the coil and that of through the aluminium ring or that through the aluminium ring. എന്നുവെച്ചാൽ അലുമിനിയം റിങ്ങിലുള്ള കറണ്ടിൻ്റെയും കോയിലുള്ള കറണ്ടിൻ്റെയും പ്രൊഡക്റ്റിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും ഇത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഡാഷ്. ഐ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന കോയിലിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഐ ഡാഷ് എന്ന് പറയുന്നത് റിങ്ങിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഡാഷ്. ഐക്കുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് I0 sin omega t, ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എടുത്ത് അസ്യൂം ചെയ്ത എക്സ്പ്രഷൻ. ഐ ഡാഷ് ഈക്വൽ ടു നമുക്ക് കിട്ടി m omega I0 by root of r square plus l square omega square sin omega t minus pi by 2 minus 5, ഇക്വേഷൻ നമ്പർ 5 അല്ലേ. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എഫിന് എക്സ്പ്രഷൻ അടുത്തതായിട്ട് എഴുതുന്നത്. അപ്പോൾ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐക്ക് പകരം I0 sin omega t, ഐ ഡാഷിന് പകരം m omega I0 sin omega t minus pi by 2 minus 5 divided by root of r square plus l square omega square എന്നായിട്ട് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ട് തവണ ഐ വരുന്നുണ്ട്, I0 വരുന്നുണ്ട് അല്ലേ. I0 × I0 സ്ക്വയർ എഴുതാം. m ഒമേഗ ഉണ്ട്, അപ്പോൾ m ഒമേഗ I0 സ്ക്വയർ സൈൻ ഒമേഗ ടി ഇൻറ്റു പിന്നെയുണ്ട് സൈൻ ഒമേഗ ടി മൈനസ് 5 by 2 minus 5 അല്ലേ. ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നു സൈൻ ഒമേഗ ടി. ഇതിൽ രണ്ടിലും മൈനസ് അല്ലേ, ഇപ്പോൾ രണ്ടിനും ഞാൻ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതാണ്. സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 പ്ലസ് 5 എന്നായിട്ട് മാറ്റി എഴുതുന്നു. ഓക്കെ, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 പ്ലസ് 5. അപ്പോൾ ഇതും സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോമിലായി. ഇത് പൈ ബൈ 2 പ്ലസ് 5 ആയിട്ട് മാറി, കോമൺ ആയിട്ട് മൈനസ് പുറത്തുണ്ട് അല്ലേ. അപ്പോൾ സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ള എക്സ്പ്രഷനാണ് വരുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എം ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു m ഒമേഗ I0 സ്ക്വയർ. അത് നമുക്ക് മുമ്പേ പറഞ്ഞു. സൈൻ ഒമേഗ ടി ഉണ്ട്, ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇനി വരുന്നത് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 പ്ലസ് 5 എന്നുള്ളൊരു ടേമാണ് അല്ലേ. സൈൻ ഒമേഗ ടി മൈനസ് ഓഫ് പൈ ബൈ 2 പ്ലസ് 5 അല്ലേ, മൈനസ് ഓഫ് പൈ ബൈ 2 പ്ലസ് 5. അപ്പോൾ സൈൻ എ മൈനസ് ഇത് മൊത്തം കൂടിയിട്ട് ബി അല്ലേ. അപ്പോൾ സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ള എക്സ്പ്രഷൻ. അപ്പോൾ സൈൻ എയുടെ സ്ഥാനത്ത് സൈൻ ഒമേഗ ടി കോസ് ബി എന്ന സ്ഥാനത്ത് ഇവിടെ പൈ ബൈ 2 പ്ലസ് 5 മൈനസ് കോസ് ഒമേഗ ടി സൈൻ പൈ ബൈ 2 പ്ലസ് 5 എന്നായിട്ട് മാറും. ക്ലിയർ? ഇനി വീണ്ടും m ഒമേഗ I0 നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടേമിനെ m ഒമേഗ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ m ഒമേഗ I0 സ്ക്വയർ സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി ആയി കോസ് പൈ ബൈ 2 പ്ലസ് 5 എന്നുള്ള ടേം ഉണ്ട്, മൈനസ് m ഒമേഗ I0 സ്ക്വയർ സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി സൈൻ പൈ ബൈ 2 പ്ലസ് 5 ഓൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നായിട്ട് എഴുതി. ഓക്കെ, വീണ്ടും m ഒമേഗ I0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് പൈ ബൈ 2 പ്ലസ് 5 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിന് മാറ്റില്ല. സെക്കൻഡ് ടേം ഇവിടെ സൈൻ എ കോസ് എ പറഞ്ഞാൽ സൈൻ 2a പകുതിയാണ് അല്ലേ. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഓഫ് സൈൻ 2 തീറ്റ എന്നല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം സൈൻ 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്നാണ്. സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ 2 ഒമേഗ ടി ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ആദ്യം എഴുതുകയാണ്. മൈനസ് ഓൾറെഡി ഉണ്ട്. 1/2 m ഒമേഗ I0 സ്ക്വയർ സൈൻ 2 ഒമേഗ ടി സൈൻ പൈ ബൈ 2 പ്ലസ് 5 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതാണ് നമുക്ക് ഫോഴ്സിന് കിട്ടിയ എക്സ്പ്രഷൻ. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന എന്താണ് ഏത് നേച്ചറാണ് സോഴ്സ്. സോഴ്സ് ഇസ് ആൻ AC സോഴ്സ് അല്ലേ. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സൈക്കിളിൽ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1/2 ആണ്. മീൻ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ വിൽ ബി 1/2. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഇൻ്റഗ്രൽ 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 to t ഡി ടിയുടെ വാല്യൂ എക്സ്പാൻഡ് ചെയ്താൽ മതി. സൈൻ സ്ക്വയർ ഒമേഗ ടി ഡിറൈവ് ചെയ്താൽ മതി. സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ്
cos 2 theta divided by 2 എന്നൊക്കെ പറയുന്ന പോലെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സോൾവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മീൻ വാല്യൂ 1/2 ആയിട്ട് കിട്ടുന്നത്. സോ മീൻ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് ഹാഫ്. അതേപോലെ സൈൻ 2 തീറ്റയുടെ മീൻ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0 ആയിരിക്കും. ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ 2 ഒമേഗ ടി ഡി ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് നമ്മൾ മുമ്പ് എ സിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ മീൻ വാല്യൂ ആവറേജ് വാല്യൂ ഒക്കെ പറയുന്ന സമയത്ത് സൈൻ സ്ക്വയർ ടി ഒമേഗ ടിയുടെയും സൈൻ 2 ഒമേഗ ടിയുടെയൊക്കെ മീൻ വാല്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോർ എ സൈക്കിൾ. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറയുന്നത് ഹാഫാണ്. ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ 2 ഒമേഗ ടി ഡി ടി ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി മാറി ഫോഴ്സ് ആവറേജ് വാല്യൂ എം ഒമേഗ ഐ 0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ മീൻ വാല്യൂ 1/2 അല്ലേ. അപ്പോൾ ഹാഫ് എം ഒമേഗ ഐ 0 സ്ക്വയർ കോസ് പൈ ബൈ 2 പ്ലസ് 5 ഹാഫ് എം ഒമേഗ ഐ 0 സ്ക്വയർ കോസ് പൈ ബൈ 2 പ്ലസ് 5 മൈനസ് ഇവിടെ സൈൻ 2 ഒമേഗ ടി വരുന്നത് അതിൻ്റെ ആവറേജ് വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തമായിട്ട് എന്തായി 0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള സെക്കൻഡ് ടേം 0 ആയിട്ട് മാറും. അപ്പോൾ ആകെ നമുക്ക് ഉണ്ടാവുക ഹാഫ് എം ഒമേഗ ഐ 0 സ്ക്വയർ കോസ് പൈ ബൈ 2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. സോ ഓക്കെ, ഇതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. ഇനി വീണ്ടും ഫൈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ ബൈ ആർ ആണെന്ന് പറഞ്ഞു. ഈ ഫൈയുടെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ LR സീരീസ് സർക്യൂട്ടിൻ്റെ കണ്ടീഷനിലൊക്കെ നമ്മൾ ചെയ്തത് ലീഡിങ് ലാഗിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദാറ്റ് ആംഗിൾ ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഒരിക്കലും ടാൻ തീറ്റയുടെ വാല്യൂ തീറ്റയുടെ വാല്യൂ ലീഡ് ചെയ്യുന്ന ഫേസ് ഫൈയുടെ വാല്യൂ ഒരിക്കലും 90 ഡിഗ്രി അല്ല. വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് പൈ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/2 റേഡിയനാണ്. π/2 റേഡിയൻ ലാഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടായിട്ട് മാറും അല്ലേ. അപ്പോൾ LR അലുമിനിയം റിംഗിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻഡക്ടറും ഉണ്ട് റെസിസ്റ്ററും ഉണ്ട്. ദാറ്റ് ഈസ് ഒരു LR സീരീസ് സർക്യൂട്ടിൻ്റെ ഇഫക്റ്റാണ് അലുമിനിയം റിംഗിനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അലുമിനിയം റിംഗിൽ വരുന്ന ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് വിൽ നോട്ട് ബി ഈക്വൽ ടു 90 ഡിഗ്രി. π/2 റേഡിയൻസ് ആയിരിക്കില്ല, അതേപോലെ 0 ആയിരിക്കില്ല. രണ്ടിൻ്റെയും ഇടയിലായിരിക്കും ഫൈയുടെ വാല്യൂ എപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ ഫൈയുടെ വാല്യൂ അതിൻ്റെ ഇടയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോസ് π/2 പ്ലസ് 5 എന്നുള്ളത് ഏത് π/2 പ്ലസ് 5 എന്ന് പറയുമ്പോൾ ഏത് ക്വാർട്ടറിലാണ് വരിക, സെക്കൻഡ് ക്വാർട്ടറിലാണ് വരിക. സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ കോസ് π/2 പ്ലസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 5 ആണെന്ന് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കുന്ന സമയത്ത് തൊട്ട് കാണുന്നൊരു ഫംഗ്ഷനാണ്, റിസൾട്ടാണ്. അപ്പോൾ കോസ് π/2 പ്ലസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 5. അപ്പോൾ കോസ് π/2 പ്ലസ് 5ക്ക് പോയി നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് സൈൻ 5 എന്നുള്ള എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is proportional to minus half m omega I 0 square sin 5 divided by root of r square plus l square omega square എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഈ മൈനസ് വന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോസ് π/2 പ്ലസ് 5 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ് വരിക. സെക്കൻഡ് ക്വാർട്ടറിൽ π/2 പ്ലസ് ആകുമ്പോൾ കോസ് സൈനായിട്ട് മാറും, സൈൻ കോസായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ കോസാണ്, അത് എന്തായിട്ട് മാറി, സൈനായിട്ട് മാറി. സെക്കൻഡ് ക്വാർട്ടറിൽ കൊസൈൻ വാല്യൂ നെഗറ്റീവാണ്. നമ്മൾ ASTC എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ കോസ് π/2 പ്ലസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 5 ആണ് വരും. ഓക്കെ, അപ്പോൾ ഈ മൈനസ് സൈൻ 5 ആയതുകൊണ്ട് തന്നെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനിൽ മൈനസ് ഹാഫ് എം ഒമേഗ I 0 സ്ക്വയർ സൈൻ 5 ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് ദിസ് വിൽ ബി ദ ഫോഴ്സ് ബിറ്റ്വീൻ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടു കണ്ടക്ടേഴ്സ്. ആ കോയിലും അലുമിനിയം റിംഗും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ്റെ എക്സ്പ്രഷനാണ് F is proportional to, exactly അല്ല, F is proportional to minus half m omega I 0 square sin 5 by root of r square plus l square omega square എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ആ നെഗറ്റീവ് സൈനാണ് ഇവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് നമ്മൾ പറയുന്നത്. നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു ഇഫക്റ്റ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് the net force over a cycle corresponding to currents A and B is in opposite direction. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടുകളുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും.
ദാറ്റ് മീൻസ് ലൈറ്റ് പോൾസ്, ഇവിടെ അലുമിനിയം റിങ്ങിൻ്റെ ബോട്ടം സൈഡിൽ ഉള്ള പോള്, കറണ്ടിൻ്റെ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് പോളാണോ സൗത്ത് പോളാണെന്ന് പറയാൻ നമ്മൾ +2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അലുമിനിയം റിങ്ങിൻ്റെ ലോവർ സൈഡിൽ വരുന്ന പോൾ എന്താണോ അതേ പോൾ തന്നെയായിരിക്കും എന്ത് വരിക, ഈ കോയിലിൻ്റെ അപ്പർ സൈഡിൽ വരിക. ദാറ്റ് മീൻസ് ലൈറ്റ് പോൾസ് വരുന്ന പോലെയാണ് എന്തുണ്ടാകുന്നത്, ഇവിടെ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് നോർത്ത് പോളാണ്, ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോർത്ത് പോളാണ് വരിക. രണ്ട് ലൈറ്റ് പോൾസ് അടുത്തടുത്ത് വന്നാൽ എന്താ സംഭവിക്കുക, ദർ വിൽ ബി റിപ്പൾഷൻ. മാഗ്നറ്റിൻ്റെ നോർത്ത് അടുത്തടുത്ത് വന്നാൽ റിപ്പൽ ചെയ്യും, സൗത്ത് അടുത്തടുത്ത് വന്നാൽ റിപ്പൽ ചെയ്യും അല്ലേ. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ചെയ്യും, ലൈറ്റ് പോൾസ് റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നത് അതാണ്, ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നതാണ്, ഈ കോയിലിൻ്റെ കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കോയിലിൻ്റെ അപ്പർ സൈഡിൽ ഏത് പോളാണോ വരുന്നത് അതേ പോൾ തന്നെയായിരിക്കും റിങ്ങിൻ്റെ ലോവർ സൈഡിൽ വരുന്നത്. സോ റിങ്ങിൻ്റെ ലോവർ സൈഡും കോയിലിൻ്റെ അപ്പർ സൈഡും, അതാണ് അഡ്ജസൻറ്റ് സൈഡ്സ്. ഈ അഡ്ജസൻറ്റ് സൈഡ്സിൽ വരുന്ന പോൾസ് സെയിം ആണ്. ദാറ്റ് മീൻസ് ലൈറ്റ് പോൾസ് ആണ് അടുത്തടുത്ത് വരുന്നത്. ലൈറ്റ് പോൾസ് അടുത്തടുത്ത് വന്നാൽ ഇറ്റ് വിൽ റിപ്പൽ അല്ലേ. അപ്പോൾ ഒരു സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ അലുമിനിയം റിങ്, ഈ അലുമിനിയം റിങ് ആക്ച്വലി എവിടെ ഇരുന്നിരുന്നത്, ഈ സോഫ്റ്റ് അയൺ പോളിൻ്റെ ഇതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പോൾസ് അടുത്തടുത്ത് വരും. അപ്പോൾ ഈ അലുമിനിയം റിങ് ഇതിൽ നിന്ന് റിപ്പൽ ചെയ്തിട്ട് പുറത്തേക്ക് തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വയലൻ്റ്ലി വൈബ്രേറ്റിംഗ് ആൻഡ് മൂവ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അതാണ് നമ്മുടെ ഈ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനും അതിൻ്റെ നേച്ചറും നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേ സാധനം നമുക്ക് പലപ്പോഴും ഒരു ഇൻഡക്ഷൻ കുക്കറും ജസ്റ്റ് അലുമിനിയം പോലെയൊക്കെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഫോഴ്സ് ബിറ്റ്വീൻ the coil current carrying AC and neighboring conductor. Okay, thank you.